മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ആ, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ രീതിയിലുള്ള അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ ഇത്തരത്തിൽ പോലീസ് സംഘത്തിന് കേരള പോലീസിന് ഒരു അവരുടെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ എന്ന് തന്നെ പറയാം. ഈ ഒരു നടപടിയെ വളരെ വേഗം തന്നെ ഇത്തരത്തിൽ വലിയ ഒരു സംഭവം തന്നെയായിരുന്നു. ആ സംഭവത്തിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ പോകുന്നു. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ഒരു വഴിക്ക് ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും അതിനെല്ലാം തന്നെ മറികടന്നുകൊണ്ട് വലിയ രീതിയിൽ, അല്ലെങ്കിൽ പോലീസിന് ഏറ്റവും കൂടുതൽ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു നടപടിയായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാൻ കഴിയില്ലേ ശരത്തെ? റിയാസ് ഉണ്ട് ഇപ്പോൾ ലൈനിൽ. റിയാസ്, പോലീസിന് വളരെ പോലീസിന്റെ വല്ല അഭിമാനകരമായിട്ടൊരു നേട്ടമായിട്ട് തന്നെ ഇതിനെ വിലയിരുത്താൻ കഴിയില്ലേ? തീർച്ചയായും ഇത് എല്ലാ അന്വേഷണ ഏജൻസികളുടെയും ഒരു മികവുറ്റ പ്രവർത്തനം തന്നെയാണ് പ്രതിയെ 3 ദിവസത്തിനകം തന്നെ പിടികൂടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. തീർത്തും ശാസ്ത്രീയമായ ഒരു അന്വേഷണ രീതിയാണ് ഇതിൽ അവലംബിച്ചത് എന്നൊരു കാര്യമാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ സംഭവം നടന്ന് ഒരു നിമിഷം പോലും കേരള പോലീസാണ് ഏറ്റവും ആദ്യം ഈ സംഭവം നടന്ന ഉടൻ തന്നെ ഈ എലത്തൂരിലെ ഈ ട്രെയിനിലേക്ക് ഓടിയെത്തുന്നത്. ഈ ഞായറാഴ്ച രാത്രി 9:29 ഈ എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ട് കോരപ്പുഴ എത്തുന്നതിന് മുൻപുള്ള ഭാഗത്ത് വെച്ച് ഈ പ്രതി D1 കോച്ചിൽ നിന്ന് വന്ന് D2 കോച്ചിലെത്തി യാത്രക്കാരുടെ മേൽ പെട്രോൾ പോലുള്ള ഒരു വസ്തു ഒഴിക്കുകയും അവരെ തീവെച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. ഈ ഒരു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ യാത്രക്കാർ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിക്കുന്നു. ആ ഒരു സമയത്ത് തന്നെ ഇതിന്റെ മീറ്ററുകൾക്കകലെയുള്ള എലത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 200 മീറ്റർ അകലെയാണ് എലത്തൂർ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. എലത്തൂർ പോലീസാണ് ഏറ്റവും ആദ്യം അവിടേക്ക് വരുന്നത്. പിന്നീടാണ് RPF എത്തുന്നത്. അപ്പോൾ RPFും പോലീസും എല്ലാം എത്തുകയും അങ്ങനെ ഒരു അന്വേഷണം തുടക്കത്തിൽ തന്നെ നടത്തുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ടെത്തി പരിശോധനയുൾപ്പെടെ പ്രതിക്കായുള്ള ആദ്യഘട്ടത്തിലുള്ള തിരിച്ചലും പരിശോധനയും ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെ തുടക്കം മുതൽ ഇതുവരെ ഏറ്റവും കൃത്യമായ രീതിയിൽ മികവുറ്റൊരു അന്വേഷണമാണ് പോലീസായാലും അല്ലെങ്കിൽ മറ്റ് ഏജൻസികളായാലും ATS ആയാലും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച്, കേന്ദ്ര ഇന്റലിജൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ, അതിന് പുറമെ തന്നെ ആന്റി നക്സൽ സ്ക്വാഡ് ഈ കേസ് അന്വേഷിക്കുന്നു. അങ്ങനെ വിവിധ തലത്തിലുള്ള സ്റ്റേറ്റ് ഇന്റലിജൻസ് അന്വേഷിക്കുന്നു. അങ്ങനെ എല്ലാ ഏജൻസികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മാത്രമല്ല ഈ വിവരങ്ങൾ ഈ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ചോരാതിരിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെയും ഒപ്പം ATSന്റെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ 18-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ സംസ്ഥാനത്ത് നിയോഗിച്ചിരുന്നു. ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘമാണ്. ഇവരെല്ലാം തന്നെ പ്രത്യേകം സംഘങ്ങളാക്കി ഇവർക്ക് ചുമതലകൾ നൽകി ഇവരെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുമ്പോഴും ഇവർ തമ്മിലുള്ള പരസ്പര വിവര കൈമാറ്റം ഇല്ലാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ ഇക്കാര്യത്തിൽ പോലീസ് ഈ അന്വേഷണ സംഘടനയും ഒപ്പം ആളുകളും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ പ്രത്യേക സംഘങ്ങൾ വിവരം കൈമാറേണ്ടത് ADGPക്കാണ്. നേരിട്ട് കൈമാറുക എന്നതിനപ്പുറം പരസ്പരം ഒരു വിവരവും കൈമാറിയിരുന്നില്ല എന്നുള്ളതാണ്. അത്രയും പഴുതടച്ചൊരു അന്വേഷണം, ഒരു വിവരം പോലും ചോരാതെ പ്രതി രക്ഷപ്പെടരുത് എന്നൊരു നിർബന്ധ ബുദ്ധി അത് പോലീസിനുണ്ടായിരുന്നു, ATSനുണ്ടായിരുന്നു, റെയിൽവേ പോലീസ് ഫോഴ്സിനുണ്ടായിരുന്നു, ക്രൈംബ്രാഞ്ചിനുണ്ടായിരുന്നു, മറ്റെല്ലാ ഏജൻസികൾക്കും ഉണ്ടായിരുന്നു. പരസ്പരം ലഭിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നു. അങ്ങനെയാണ്. കൂടാതെ ATSന്റെ വിവിധ സംസ്ഥാന ഘടകങ്ങളുടെ സഹായം ലഭിക്കുന്നു. മറ്റ് സംസ്ഥാന പോലീസുകളുടെ ഇന്നലെയൊക്കെ UP പോലീസിന്റെ, ഡൽഹി പോലീസിന്റെ, മഹാരാഷ്ട്ര പോലീസിന്റെ അടക്കമുള്ള സഹായം ഇക്കാര്യത്തിൽ ലഭിക്കുന്നു. ഈ മാത്രമല്ല മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, പ്രതി രത്നഗിരിയിലേക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഏറ്റവും നിലവിൽ അന്വേഷണം നടക്കുന്ന മേഖലകൾ ഏതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലകളല്ലാത്ത വഴിയിലൂടെ രക്ഷപ്പെടാനുള്ള ശ്രമമാണ് പ്രതി നടത്തിയത്. എന്നാൽ അതിനേക്കാളും തന്ത്രപൂർവ്വമായുള്ള അന്വേഷണമാണ് ATSും നടത്തിയത്. ഒപ്പം തന്നെ മറ്റ് അന്വേഷണ ഏജൻസികൾ, കേരള പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് 3 ദിവസം കൊണ്ട് ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചത് എന്നുള്ളത് ഏറെ അഭിമാനാർഹമായ നേട്ടം തന്നെയാണ്.